കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. നിലമ്പൂർ റീജിയണൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ, കോഴിക്കോട് മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ചിത്രശില്പ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ നിലമ്പൂർ കനോലി പ്ലോട്ടിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദേശത്തെ കലാകാരന്മാരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാനും അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ച് വിൽക്കാനും അവസരമൊരുക്കുകയാണ് പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തമാക്കുക, യുവാക്കളെ കലയിലേക്ക് ആകൃഷ്ടരാക്കുക എന്നീ ആശയങ്ങളും മുൻനിർത്തിയാണ് പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നാടകം, മ്യൂസിക്, എല്ലാ കലാകാരന്മാരും ഒരുമിച്ച് കൊണ്ടാണ് ഞങ്ങളൊരു സംഘടന രൂപീകരിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ശില്പ പെയിന്റിംഗ് പ്രദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അടുത്ത ഈ മാസം 28-ാം തീയതി, 28, 29, 30 തീയതികളിൽ നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ചിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ കോഴിക്കോടത്തെ ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പെയിന്റിംഗ് മത്സരം കുട്ടികൾക്ക്, അതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ നമ്മളെ രാജ്യത്ത് നടക്കുന്ന മയക്കുമരുന്നിൻ്റെ ഇതിൻ്റെയൊക്കെ ലഹരി ഒഴിവാക്കിയിട്ട് കല ഒരു ലഹരിയാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഈ കല കൊണ്ട് മാത്രമേ നാടിനെ രക്ഷിക്കാനും യുവതലമുറയെ സംരക്ഷിക്കാനും പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരുടെയും എത്തിക്കുന്നു വേണ്ടി, എല്ലാ ജനങ്ങളിലേക്കും ഈ കല ഒരു ലഹരിയാക്കി മാറ്റാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂട്ടമയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രദർശനം ആർട്ട് കുട്ടികളുടെ പെയിന്റിംഗ് മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 28, 29, 30 തീയതികളിൽ 28-ാം തീയതി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിലമ്പൂരിലെ പഴയ കലാകാരന്മാരുണ്ടാവും. അതായത് ആദരിക്കപ്പെടാൻ പറ്റാത്ത കലാകാരന്മാർ, സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ അറിയപ്പെടാത്ത കലാകാരന്മാർ, ഇവരൊക്കെ ഞങ്ങൾ ആദരിക്കാനും ഈ വേദി ഒരുക്കുന്നുണ്ട്. പിന്നെ കുറേ പുറത്തുള്ള ആർട്ടിസ്റ്റുകളും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് അവരുടെ സാന്നിധ്യം ഒരു ദിവസം ഞങ്ങൾ പെയിന്റിങ്ങിൻ്റെ എക്സിബിഷനും പിന്നെ ക്ലേ മോൾഡിങ്ങിൻ്റെ വർക്ക്ഷോപ്പ്, പെയിന്റിങ്ങിൻ്റെ ഡെമോൺസ്ട്രേഷൻ, കാരിക്കേച്ചർ, കലയുടെ രൂപത്തിലെ എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ കാണിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ആര്യാടൻ ഷൗക്കത്ത് MLA നിർവഹിക്കും. പ്രദർശനത്തോടനുബന്ധിച്ച് നാടിന്റെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കും. വിദ്യാർത്ഥികൾക്കായി KG മുതൽ ഹൈസ്കൂൾ തലം വരെ വിവിധ വിഭാഗങ്ങളിലായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ലൈവ് ആർട്ട് ഡെമോൺസ്ട്രേഷൻ, ക്ലേ മോഡലിംഗ്, കാരിക്കേച്ചർ, പെയിന്റിംഗ് വർക്ക്ഷോപ്പുകൾ എന്നിവയും നടക്കും. കുടുംബങ്ങൾക്ക് ആസ്വദിക്കാനായി വൈകുന്നേരങ്ങളിൽ സംഗീത പരിപാടികൾ, വീണ, വയലിൻ കച്ചേരികൾ എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ കോർഡിനേറ്റർ ഹരിദാസ് കുട്ടത്തി, രാമചന്ദ്രൻ മാസ്റ്റർ, സുശീലൻ നടുവത്ത്, രതീഷ് വല്ലപ്പുഴ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.